ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിൽ അനിഷേധ്യമായ സ്വാധീനമുള്ള നേതാവാണ് എസ് രാജേന്ദ്രൻ. തുടർച്ചയായ 3 വിജയങ്ങളിലൂടെ മണ്ഡലത്തെ 15 വർഷം നിയമസഭയിൽ പ്രതിനിധീകരിച്ച അദ്ദേഹം ഇത്തവണ NDAയുടെ രാഷ്ട്രീയ ചീരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. തോട്ടം തൊഴിലാളികളുടെ ക്ഷേമവും മണ്ഡലത്തിന്റെ വികസനവും മുൻനിർത്തിയാണ് എസ് രാജേന്ദ്രൻ ഇത്തവണ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. ഇടുക്കിയുടെ ഹൈറേഞ്ച് രാഷ്ട്രീയത്തിൽ തോട്ടം തൊഴിലാളികളുടെ ശബ്ദമായി മാറിയ പേരാണ് എസ് രാജേന്ദ്രൻ. CPM വഞ്ചിച്ചപ്പോഴും തന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് എസ് രാജേന്ദ്രൻ ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. 2006 ആദ്യമായി നിയമസഭയിലെത്തിയ എസ് രാജേന്ദ്രൻ 2011 2016 അതേ വിജയം ആവർത്തിച്ചു. 3 തവണയും കോൺഗ്രസിലെ AK മണിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ദേവികുളത്തെ എസ് രാജേന്ദ്രന്റെ തേരോട്ടം. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളിലും തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിലും സംഘടനാ പ്രവർത്തനത്തിനപ്പുറം അദ്ദേഹം കാട്ടിയ ജാഗ്രതയും പോരാട്ടവുമാണ് ഈ വിജയങ്ങൾക്ക് പിന്നിൽ. അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് പിന്നാലെ CPM വേട്ടയാടിയപ്പോഴും ഭീഷണിപ്പെടുത്തിയപ്പോഴും പിൻവാങ്ങാൻ എസ് രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. CPM വിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തണലിലേക്ക് എത്തിയതോടെ മറുപടി നൽകാൻ നേതൃത്വം എസ് രാജേന്ദ്രന് അവസരം നൽകി. NDA സ്ഥാനാർത്ഥിയായി BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന അദ്ദേഹം പ്രധാനമായും ഉയർത്തുന്നത് വികസന അജണ്ടകൾ തന്നെ. തോട്ടമേഖലയുടെ ആവശ്യങ്ങൾ പ്രധാനമായും ജനങ്ങളുമായുള്ള ആശയവിനിമയങ്ങളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ആദിവാസി മേഖലയാണ്, അവിടെയും നല്ലപോലെ ഉണ്ട്, നല്ലപോലെ നമുക്ക് അനുകൂല സാഹചര്യമാണ്. കാർഷിക മേഖലയിൽ അടിമാലി ഉൾപ്പെടെയുള്ള ഇരുമ്പുപാലം മറ്റു മേഖലയിലെല്ലാം എന്നെ നേരിട്ട് അവർക്കറിയാം. പിന്നെ ഇത്തവണ ചിഹ്നം മാറിയിരിക്കുന്നു, താമരയാണെന്നുള്ളതേ ഉള്ളൂ. അതും ജനങ്ങളിപ്പം അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രചരണ പരിപാടികളിലൂടെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം CPM വിടാനുള്ള സാഹചര്യമെന്തെന്നും എസ് രാജേന്ദ്രൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദേവികുളത്ത് 2016 എസ് രാജേന്ദ്രന്റെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA BJP നേതൃത്വമുള്ളത്. പാർട്ടി മാറ്റത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ സ്വാധീനവും വികസന നേട്ടങ്ങളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എസ് രാജേന്ദ്രനും NDA ക്യാമ്പുമുള്ളത്. ദേവികുളത്തു നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.